ഹലോ ഗായ്സ്, കുട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ആമസോണിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. കുറച്ച് റീപർച്ചേസ് ചെയ്തതുകൊണ്ട് ന്യൂ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തതുകൊണ്ട് ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ബിക്കോസ് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ റീപർച്ചേസ് ചെയ്തത്, എന്തൊക്കെയാണ് അത് നല്ല പ്രോഡക്ട്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ പുതിയ പ്രോഡക്ട്സ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനത് ആക്ച്വലി എൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധനങ്ങൾ പലതും വാങ്ങിച്ചത്. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ നിന്ന് സാധാരണ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ത്രൂ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു നെക്സ്റ്റ് ഡേ ഒക്കെ ഡെലിവറി ആവുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ ഇന്നലെ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഇന്ന് കിട്ടിയ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഇത്രയും സാധനങ്ങളുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു. കാരണം ഇവിടെ നിന്ന് എനിക്ക് പൊട്ടിക്കേണ്ടായാലും എന്ന് കരുതിയിട്ട്. സോ അതിനകത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാണാവോ നിങ്ങൾക്ക്? ട്രാൻസ്ലിക്കിന്റെ കറക്റ്റ് ഞാൻ ഇതിലൂടെ പിൻ കൊടുത്തേക്ക് എങ്ങനെയാണെന്നുള്ളത്. ട്രാൻസ്ലിക് പിഗ്മെന്റേഷൻ കറക്റ്റഡ് സീറമാണിത്. ഇത് ആക്ച്വലി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്സ്, നിങ്ങൾക്ക് അറിയാം, എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രോഡക്റ്റാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് പലരും റെക്കമെൻഡ് ചെയ്ത് ഞാൻ പല വീഡിയോസിലും കണ്ടതിൻ്റെ കൊണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം ഞാൻ പിന്നീട് റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്ത പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് നല്ല നല്ല ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ ഞാനിത് അപ്ലൈ ചെയ്ത് നല്ല ബെനിഫിറ്റ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരെണ്ണം വാങ്ങിച്ചത്. അല്ലെങ്കിലും ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. ഇത് വേറൊന്നുമല്ല, ഫോക്സ്റ്റൈലിന്റെ, കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലായിരിക്കും, ഇത് ആക്ച്വലി ഫോക്സ്റ്റൈലിന്റെ ഒരു പേർപ്പിൾ കളറുള്ള ഒരു ക്ലേ മാസ്ക് ആണ്. ഇതിനകത്ത് ബ്രസീലിയൻ പേർപ്പിൾ ക്ലേ ഉണ്ട്, കയോലിൻ ക്ലേ ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉള്ളതാണ്. ഇത് ഭയങ്കര നല്ലൊരു ഫേസ് പാക്ക് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഫേസ് പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കും ആഗ്നിപ്രോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫേസുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇതിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈറ്റമിൻ സിയുടെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സെറമൈഡിന്റെ സൺസ്ക്രീം ആണ്. SPF 50 ഉള്ളതാണ്. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സൺസ്ക്രീമാണ്. ബിക്കോസ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, എനിക്ക് ഇന്ത്യൻ സ്കിൻ ടോണിന്റെ വെച്ചിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഓയിലി ആക്നെ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു സൺസ്ക്രീമാണ്. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാൻ ഞാനോട് പിൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു മോയ്സ്ചറൈസർ. ഞാൻ പോൺസിന്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാന്ന് കരുതിയിട്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഡോക്ടർ ഷെത്തിന്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സിയുടെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇതിന്റെ നല്ല ബെനിഫിറ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അത് നമ്മുടെ ഫേസ് വളരെ സപ്ലൈ ആയിട്ട് വെക്കാനും നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഇടാനും വളരെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ യൂസ്ഡ് പ്രോഡക്റ്റ് റീപർച്ചേസ് ആണ്. ഇത് റീപർച്ചേസ് അല്ല, ഇത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതും നല്ല ഹൈപ്പ് ഉള്ളൊരു മോയ്സ്ചറൈസർ ആണ്. ഇത് മിനിമലിസ്റ്റിന്റെ വൈറ്റമിൻ B5 10% മോയ്സ്ചറൈസർ ആണ്. ഇതിനകത്ത് മഗ്നീഷ്യം, ഹൈലറോണിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടാണെന്നാണ് ഇവരുടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അല്ലാത്ത സ്കിന്നുകാർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഉറപ്പാണ്. പക്ഷേ ഇങ്ങനെയുള്ളവർക്കും അത് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇത് മിനിമലിസ്റ്റിന്റെ തന്നെയാണ്. ഇത് മിനിമലിസ്റ്റിന്റെ ആക്ച്വലി അണ്ടർ ഐ ക്രീമാണ്. ഞാൻ ഒരു അണ്ടർ ഐ ക്രീം ഇതുവരെ യൂസ് ചെയ്തില്ല. അപ്പം ഏതാണ് നല്ലതെന്നുള്ളത് കുറേ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് റെറ്റിനോളും അതുപോലെ തന്നെ കഫെയിനും പെപ്റ്റൈഡും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ്. വൈറ്റമിൻ K പ്ലസ് റെറ്റിനാൽ 0.1% ഇതിൻ്റെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ എല്ലാത്തിനും ഞാൻ കൊടുത്തേക്കാം. വിത്ത് റേറ്റ് ഞാൻ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് അതിന്റെ റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് റീപർച്ചേസ് അല്ല, ഫസ്റ്റ് ടൈം വാങ്ങിച്ചതാണ്. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതും റീപർച്ചേസ് ആണ്. ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീം ആണ് ഇത്. വിഷ് കെയറിന്റെ ഇത് സൺസ്ക്രീം ബോഡി ലോഷൻ വിത്ത് UVA ആൻഡ് UV പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീം ആണ്. PA+++++ ഉള്ള ഒരു ബോഡി ലോഷൻ ആണ് ഇത്. ഇത് നല്ലൊരു സൺസ്ക്രീം. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ടാൻ ഒക്കെ ഒത്തിരി പോകാനായിട്ടും അതുപോലെ തന്നെ സണ്ണിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടാനും സഹായിക്കുന്ന നല്ലൊരു ബോഡി ലോഷൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുവാണ്. AHA BHA ബോഡി ലോഷൻ. ഇത് വിഷ് കെയറിന്റെ ആണ്. ഇതും അതുപോലെ തന്നെ ടാൻ ഒക്കെ ഒത്തിരി റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണെന്ന് കേട്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ബിക്കോസ് എനിക്ക് സ്ഥിരമായിട്ട് എപ്പോഴും ടാൻ ആവുന്ന ഒരു ഭാഗമാണ് ഈ കയ്യുടെയും കാലിന്റെയും പോർഷൻസ്. എപ്പോഴും സൺ എക്സ്പോഷർ എനിക്ക് ഉണ്ടാകുന്നത് കൊണ്ട് എപ്പം പിന്നെ ടാൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് ഒരു ഡെയിലി ആയിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചതിന്റെ കൂടെ വേറൊരു സാധനമുണ്ട്. അതുകൂടെ കോമ്പിനേഷൻ ആയിട്ട് പോയാൽ മാത്രമേ അതൊരു നല്ല റിസൾട്ട് കിട്ടുമെന്ന് കണ്ടിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് റീപർച്ചേസ് ചില ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുവാണ്. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഞാൻ സെയിം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിന്റെ പാക്കറ്റിനകത്ത് തന്നെ ഇരിക്കും. എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. നിവിയയുടെ റോൾ ഓൺ ആണ്. ഇത് ആക്ച്വലി പലർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ
ചിലർ പറയും ഇത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല, നമുക്ക് അണ്ടർ ആംസ് ഡാർക്ക്നെസ് ഒന്നും മാറത്തില്ല. ഇത് അണ്ടർ ആം ഡാർക്ക്നെസ് പോകാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മുടെ ഓർഡേഴ്സ്, ബോഡി ഓർഡേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ, ആംപിറ്റിൽ നിന്ന് വരുന്ന ബോഡി ഓർഡേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നിവ്യയുടെ. ഏതായാലും കുഴപ്പമില്ല, സ്മൂത്ത് സ്കിൻ നാച്ചുറൽ ഗ്ലോ ആണിത് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് തരുന്ന 0% ആൽക്കഹോൾ ഉള്ള ഒരു നിവ്യയുടെ റോൾ ആണ്. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഞാനത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിനകത്തൊന്നും നെഗറ്റീവായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് ഡാർക്കനിങ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷേ ഡാർക്ക്നെസ് കുറഞ്ഞിട്ടുമില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഒരു ഡെയിലി വർക്കിനൊക്കെ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്, സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ഓർഡർ നന്നായിട്ട് കൺട്രോൾ ആവുന്നതായിരിക്കും. ഞാൻ വേറൊരു ബോഡി ഓർഡർ ഞാനൊരു റോൾ ഓൺ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ അത് കാണിച്ചു തരാവേ. അപ്പോൾ അത് റീപർച്ചേസ് ആണ്. എത്രാമത്തെ തവണ റീപർച്ചേസ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത്രയും തവണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സാധനം, കെമിസ്റ്റ് അപ്ലൈ എന്നുള്ളതിന്റെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണിത്. ഇത് 4% ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ ഇ ചേർന്ന ഒരു ബോഡി വാഷ് ആണ്. ഇത് എല്ലാവർക്കും അറിയാം, പല വീഡിയോസിലും എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട് ഇതിനെപ്പറ്റി. ഇത് യൂസ് ചെയ്ത് ഞാൻ അതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഇത് ടാനിങ് ഒക്കെ മാറാനും, ബമ്പി ആയിട്ടുള്ള നമ്മുടെ സ്കിൻ, റഫായിട്ടുള്ള സ്കിൻ മാറാനും, അതുപോലെ തന്നെ KP എന്ന് പറയുന്നത് കെരാറ്റോസിസ് പെലാരോസിസ് എന്നൊക്കെ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് കറക്റ്റ് പേര് ഇങ്ങനല്ല, അതെന്താണെന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ആ സാധനമൊക്കെ കുറയ്ക്കാനായിട്ടും ഒത്തിരി ഇൻഗ്രോൺ ഹെയർസ് ഒക്കെ വരുന്നത് കൺട്രോൾ ചെയ്യാനും സഹായിക്കാമെന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിന്റെ റിസൾട്ട് പറയാം കേട്ടോ. എന്തായാലും ഇച്ചിരി ടൈം എടുക്കും, നമുക്ക് നോക്കാം എങ്ങനെയാകും അതിന്റെ റിസൾട്ട് എന്താണെന്ന് കേട്ടോ. പിന്നെ ഇത് സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ഡെയിലി എപ്പോഴും ഒരു ഗ്ലോയോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ലുക്കോ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൺസീലറാണ്. കൺസീലർ ഒത്തിരി യൂസ് ചെയ്യാറില്ല, പക്ഷേ എൻ്റെ അണ്ടർ ഐസിലോ അല്ലെങ്കിൽ നോസിന്റെ സൈഡിലും ലിപ്സിന്റെ സൈഡിലും ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കൺസീലർ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന മെബിലിന്റെ കൺസീലേഴ്സ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഓർത്തൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ലോറിയൽ പാരീസിന്റെ ഇൻഫ്ലേമബിൾ ഫുൾ വെയർ എന്ന് പറഞ്ഞൊരു കൺസീലറാണ്. ഞാൻ മെബിലിന്റെ യൂസ് ചെയ്യുന്നത് ഫുൾ കവറേജ് തരാറില്ല. ഞാൻ അങ്ങനെ ഫുൾ കവറേജ് വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ളതാണ്, അത് വാങ്ങിച്ച് ഉപയോഗിച്ചതും അല്ല. എനിക്ക് ജസ്റ്റ് ഒരു ഫ്രഷ് ലുക്ക് വേണം, അതിനുവേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് പക്ഷേ ഫുൾ കവറേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് ഫുൾ കവറേജ് ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് ഞാൻ യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാതെ. അതൊരു പ്രോഡക്റ്റാണ്. ഇത് കുറേ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇതും റീപർച്ചേസ് അല്ല, പുതുതായിട്ട് വാങ്ങിച്ചതാണ്. ഫിഷ് കെയറിന്റെ ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ഷാമ്പൂ ആണ്. ഞാൻ സാധാരണ ഏതെങ്കിലും ഒരു ഷാമ്പൂ ആയിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ചില ഷാമ്പൂസ് എനിക്ക് ഒരു ഫ്രഷ് ലുക്ക് തരും, ചില ഷാമ്പൂസ് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും, ചില ഷാമ്പൂസ് എന്തോ ഷാമ്പൂ ഇട്ടതായിട്ട് പോലും തോന്നാറില്ല. അപ്പം ഞാൻ പലതും ട്രൈ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി എങ്ങനെ കേട്ടു, മുടി വളരാനും അതുപോലെ തന്നെ മുടിയുടെ സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനും ഇതൊരു സഹായിക്കുമെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാതെ. അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ, ഞാനും വാങ്ങിച്ചു ഗൈസ്. എല്ലാവരും വാങ്ങിക്കുന്ന ഹൈപ്പുള്ള നല്ലൊരു സാധനം, ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്ക്. ഇതിന്റെ ഏതാണ് ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഇതിന്റെ പേര് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇടാവേ. ഇതിന്റെ പേര് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല. നോക്കിയിട്ട് ഞാനത് പറയുന്നത് ഏതാണെന്നുള്ളത്, ഏത് ഷെയ്ഡാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാവേ. അങ്ങനെ ഞാനും അത് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ഇതിന്റെ കൂടെ ഇത് ഫ്രീ കിട്ടിയതല്ല, അതിന്റെ കൂടെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. യൂസ്ഫുൾ ആണല്ലോ എന്ന് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. രണ്ടും ഒരുമിച്ച് കിട്ടിയത് സാൻഫി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബിക്നി ലൈൻ ഹെയർ റിമൂവൽ ക്രീമാണ് ആക്ച്വലി. പക്ഷെ ഞാനിത് ബിക്നി ലൈനിന്റെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആക്ച്വലി വാങ്ങിച്ചത്. നമ്മുടെ നോർമലായിട്ടുള്ള കാലിലും കയ്യിലൊക്കെ ഹെയർ കളയണമെന്നുണ്ടെങ്കിൽ ഇതൊരു ശകലം എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക, ഒരു 5 to 10 minutes വെക്കുക. എന്നിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ നന്നായിട്ട് റിമൂവ് ആവും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം. ഞാനത് യൂസ് ചെയ്ത് നോക്കി എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. കാരണം എപ്പോഴും ഹെയർ റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് തന്നെ കുറച്ച് റഫ് ആവും. അപ്പം ഇതിന് അലോവേര എക്സ്ട്രാക്ട് ഉള്ളതുകൊണ്ട് വളരെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നന്നായി സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് റീപർച്ചേസ് ചെയ്തതാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് ഞാൻ അതിനെ പറ്റി ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അതൊരു കാര്യം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇൻറ്റിമേറ്റ് വാഷ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ യൂസ് ചെയ്യാറുണ്ട്, വി വാഷിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ വന്നാൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തു, അതിൻ്റെ വൈൽ മാത്രം, അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിലൂടെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. ഇതും സാൻഫിയുടെ തന്നെയാണ്. ലാവെൻഡർ കാമോളിൻ ഇൻറ്റിമേറ്റ് വാഷ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിമേറ്റ് വാഷാണ്. ഞാൻ എത്രമാത്രം യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. അതിനകത്ത് ഇറിറ്റേഷൻസ് അങ്ങനെയൊന്നും വാഷിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ബട്ട് ചിലർക്ക് ഒരു ഫ്രഷ് ഫീൽ വേണം എന്ന് തോന്നുന്നവർക്ക് ഇതുപോലുള്ള വാഷുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ സേഫ് ആണെന്ന് 100% നിങ്ങൾക്ക് കൺഫേം ആയിട്ട് തോന്നുന്നത് മാത്രമേ വാങ്ങിക്കാവൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ
ഇത് വേറൊരു സൺസ്ക്രീമാണ്. ഈ സൺസ്ക്രീം ആക്ച്വലി മുമ്പ് ഞാൻ കാണിച്ച ഡോക്ടർ ഷെപ്പിന്റെ സൺസ്ക്രീം അല്ലാതെ ഈ ഒരു സൺസ്ക്രീമും നല്ല ബെസ്റ്റ് സൺസ്ക്രീമാണ്. ഇതിനെപ്പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിൽ കിടപ്പുണ്ട്. ഫിഷ്കെയറിന്റെ നിയാസിനമൈഡ് ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ് സൺസ്ക്രീമാണ്. ലൈറ്റ് ആൻഡ് മാറ്റ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന ഒരു സൺസ്ക്രീമായത്. ഇത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് മേക്ക് ടെക്സ്ചർ അതിങ്ങനെ ഒഴുകിവിടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ടൈപ്പാണ്. നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്ലോസി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു മാറ്റ് ഫിനിഷ് ആയിട്ട് മാറി നല്ല രസം, നല്ലൊരു ഫ്രഷ് ലുക്ക് തരും. നല്ല രസം ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടാൽ ഈ മേക്കപ്പിന്റെ ഒരു ബേസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. അതുപോലെ SPF 50 PA+++ ഉള്ള ഒരു സൺസ്ക്രീമാണ്. നല്ല സൺസ്ക്രീമാണ്. ഇതിനകത്ത് OSX ആയിട്ടുണ്ട്, എക്സ്ട്രാക്ട് ഉണ്ട്, സിങ്ക് PCA ഉണ്ട്, സിറ്റാൽ ഉണ്ട്, ആൻഡ് സെറമൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീമാണ് കേട്ടോ. അതുകൊണ്ട് യൂസ് ചെയ്യുന്നത് എന്റെ റീപർച്ചേസ് ആണ്. ഐ തിങ്ക് 3-4ാമത്തെ ആളുടെ റീപർച്ചേസ് ആണിത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോഡക്റ്റ്, ഇതും പുതുതായിട്ട് വാങ്ങിക്കുന്നതാണ്. ഇത് ഞാൻ ആക്ച്വലി എന്റെ ഹെയറിന്റെ ഇടയ്ക്ക് തിന്നിങ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ബോൾനെസ് ഒക്കെ കാണുന്നുണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്, ഞാനത്ര വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഇനിയിപ്പോൾ കുറേ പ്രോഡക്ട്സ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ബി ബോഡി വൈസിന്റെ 3% റോസ്മേരി ഹെയർ ഗ്രോത്ത് സീറം ആണിത്. ഇതൊരു റോൾ ഓൺ ടൈപ്പാണ്. ഇതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ്, ഞാൻ ഒരു ചെറിയ പാക്കാൻ വാങ്ങിച്ചത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പറയാം കേട്ടോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് തീർക്കട്ടെ, എൻ്റെ പ്രൊഡക്ട്സ് തീരുന്നില്ല. ഇതൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ആദ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സാധനം. ഇതൊന്നും പ്രൊമോഷൻ വീഡിയോ അല്ല, എൻ്റെ സ്വന്തം പൈസ കളിച്ചാണ് കേട്ടോ. അപ്പോൾ ലോയി പാലസിന്റെ അബ്സൊല്യൂട്ട് റിപ്പയർ എന്ന് പറയുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഷാമ്പൂ ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഹെയർ മാസ്ക്. ഡെയിലി അല്ല, വീക്ക്ലി വൺസ് ഒക്കെ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുമ്പം ഹെയറിനുണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രിസിനെസ് കുറയുന്നത് പോലെ, അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഹെയറിന് കുറച്ച് സ്ട്രെങ്ത് ഒക്കെ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു സലൂൺ ടൈപ്പ് ഒരു ഹെയർ കിടക്കുന്ന പോലെ ഹെയർ വാഷ് കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ ഇതൊരു നല്ല പ്രോഡക്റ്റ് ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെർത്തായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒക്കെ കഴിഞ്ഞതായി. ഇനിയിപ്പം ഇതൊരു ജസ്റ്റ് ഒരു ടോയ്ലറ്റ് സീറ്റാണ്. ടോയ്ലറ്റ് സീറ്റിന്റെ സാനിറ്റൈസർ ആണ് ഇത്. ആക്ച്വലി ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല പല സ്ഥലങ്ങളിലൊക്കെ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ടോയ്ലറ്റ് സീറ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് കാമസയുടെ ആണ്. കാമസയുടെ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ ആണ്. പിന്നെ അതുപോലെ ഫൗൾ സ്മെല്ല് അല്ലെങ്കിൽ ജംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇൻഫെക്ഷൻസ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവാതെ നമ്മൾ സേഫ് ആയിരിക്കും. എപ്പോഴും ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ മിക്കപ്പോഴും കൈ കരുതുന്ന കുറേ സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ വേറൊരു വീഡിയോ പറയുന്നതായിരിക്കും. അപ്പം അതുപോലെ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചാൽ ഇത് 2 99 റുപ്പീസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് 2 വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. ഇത് ഫസ്റ്റ് ടൈം അല്ല, നേരത്തെ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇത്രയും സാധനം വാങ്ങിച്ചു കൊടുത്തത് എനിക്ക് ഫ്രീ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നൊരു പൗച്ച്, വിഷ്കെയറിന്റെ ഒരു പൗച്ചാണ് എനിക്ക് ഫ്രീ കിട്ടിയത്. പിന്നെ സെറാവിയുടെ എങ്ങനെയാണ് ഇതിനകത്ത് വന്നത് എനിക്ക് ആക്ച്വലി അറിയില്ല. കാരണം സെറാവിയുടെ ഞാനൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ എന്തിനാണ് സെറാവിയുടെ അവർ തന്നത് എന്ന് എനിക്കറിയില്ല. ഇതൊരു ചെറിയൊരു പൗച്ചാണ്, മോയ്സ്ചറൈസിംഗ് ക്രീമാണ്. ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സെറാവിയുടെ പ്രോഡക്ട്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് അവർ പറയുന്ന പോലെ ഡ്രൈ സ്കിന്നിനാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് മാത്രമേ യൂസ് ചെയ്യൂ. ഓയിലി സ്കിന്നിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിമ്പിൾസ് ഉണ്ടാവും. അത് 100% ഷുവറാണ്. സോ അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നല്ലൊരു മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് കിട്ടിയത് 5% നിയാസെറമൈഡ് ഡെയിലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഓയിലി സ്കിൻ അതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് തന്നെ കൊടുക്കും. ഡെർമയുടെയാണ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഞാനിതുവരെ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. എനിവേ അതൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാനത് ബോണസ് ആയിട്ട് ഞാൻ കൈ വെക്കുന്നു. സോ ഗൈസ്, എൻ്റെ അൺബോക്സിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. സാധനമെല്ലാം തീർന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രോഡക്ട്സ് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് ഞാൻ ഇവരും വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞാൻ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസിൽ എനിക്കത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. സോ പലരും വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നുണ്ട്. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് തുടരാനായിട്ട് ഉള്ളൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾ അതിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണം. സോ പുതിയൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.